നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും വലിയ പങ്കാണ് പ്രിന്റിംഗ് പ്രസ്സുകൾക്കുള്ളതെന്ന് പി ചിത്തരഞ്ജൻ എം.എൽ.എ അഭിപ്രായപ്പെട്ടു. പ്രസ് ഇൻഡസ്ട്രീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ YMCA ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നവംബർ 11 ദേശീയ മന്ദരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. പെയിന്റിംഗ് മേഖലയിലെ ഓൺലൈൻ വിപണനത്തിന്റെ കടന്നുകയറ്റം തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സോണി മാത്യു പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കയർ കോർപ്പറേഷന്റെ കീഴിലുള്ള കയർ ക്രാഫ്റ്റ് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന് തുടക്കമായി. പൂന്തോപ്പ് അസിസി വിദ്യാലയത്തിലാണ് വെർജ് ടാബ് ഉപയോഗിച്ച് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാവുന്ന ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വാടക കെട്ടിടത്തിന് കെട്ടിട ഉടമ GST അടച്ചില്ലെങ്കിൽ ആ നികുതി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന ഉടമ അടക്കണമെന്ന നിബന്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 12-ന് കേന്ദ്ര GST ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തുന്നത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും വലിയ പങ്കാണ് പ്രിന്റിംഗ് പ്രസ്സുകൾക്കുള്ളതെന്ന് പി ചിത്തരഞ്ജൻ M.L.A അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പ്രസ് ഇൻഡസ്ട്രീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും വലിയ പങ്കാണ് പ്രിന്റിംഗ് പ്രസ്സുകൾക്കുള്ളതെന്ന് പി ചിത്തരഞ്ജൻ M.L.A അഭിപ്രായപ്പെട്ടു. പ്രസ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലം ഒത്തിരി മാറി. മാറ്റത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും നിഷ്പ്രഭരാകും എന്നതാണ് ലോകത്തെ ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലമാണെന്നും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലികളും റോബോട്ടുകൾ ചെയ്യുവാൻ പ്രാപ്തമായിരിക്കുന്ന കാലമാണിതെന്ന കാര്യവും നാം കണക്കിലെടുത്ത് വേണം മുന്നോട്ട് പോകാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സാമൂഹിക സംഘടനകളുടെയും എല്ലാ നിലനിൽപ്പിലും ഈ പ്രസ്സുകൾക്കൊരു വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയല്ല. കാലം ഒത്തിരി മാറി. മാറ്റത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും നിഷ്പ്രഭമാകുമെന്നുള്ളതാണ് ലോകത്തെ സാഹചര്യങ്ങൾ. ഇപ്പൊ നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. റോബോട്ടുകൾ മനുഷ്യൻ ചെയ്യുന്ന ജോലി മുഴുവൻ ചെയ്യുവാൻ പ്രാപ്തരായിരിക്കുന്ന കാലമാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ഷാജി ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ജയൻ ചേർത്തല, വീരനാഥൻ, ജഗദീശൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. N രാജേന്ദ്രൻ, സുന്ദർ കുര്യൻ, പ്രദീപ് ഐശ്വര്യ, KS അനിൽകുമാർ, K സുധാകരൻ, UN ശ്രീകണ്ഠൻ, G പത്മപാദൻ, AT സൈനുദ്ദീൻ, VK ബാബുരാജ്, കൗസല്യ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോൺസൺ പടയാട്ടിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി S സുജിത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് അച്ചടി രംഗത്ത് വിവിധ സംഭാവന നൽകിയവരെയും മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. നവംബർ 11 ദേശീയ മന്ദരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. നവംബർ 11 ദേശീയ മന്ദരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഈ മന്ദരോഗം പറയുന്നത് നമ്മളിപ്പോൾ പ്രതിജ്ഞയിൽ ചൊല്ലിയ പോലെ ഒരു പാരസൈറ്റ് ആണ്. ആ പാരസൈറ്റ് നമ്മൾ
പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പകർത്തുന്നത് കൊതുകാണ്. ഒരു പരിധി വരെ കൊതുകുകളുടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിൽ പറഞ്ഞത് നമുക്ക് ഉറവിട നശീകരണമാണ് ഇതിന്റെ ഒരു പ്രധാന പ്രതിവിധി എന്നുള്ളത്. ഇപ്പം നമുക്കിനിയുള്ള ഈ കുറച്ച് പ്രോഗ്രാംസും കൂടി അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ഇവിടെ കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. ഡോക്ടർ ആനി വിജി ചടങ്ങിൽ അധ്യക്ഷയായി. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ മന്ദരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യ ശരീരത്തിലെ ലസിക ഗ്രന്ഥികളിലും ലസിക കുഴലുകളിലും വസിച്ച് അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന പരാതവിരകൾ മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് മന്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്യൂലെക്സ് മാൻസോണിയ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പരത്തുന്നത് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ എസ് വിനീത, നഴ്സിംഗ് ഓഫീസർ ബിസ്മി സുനീർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് എസ് എച്ച് കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ സ്കിറ്റ് അടക്കം വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. പെയിന്റിംഗ് മേഖലയിലെ ഓൺലൈൻ വിപണനത്തിന്റെ കടന്നുകയറ്റം തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഓൾ കേരള പെയിന്റിംഗ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സോണി മാത്യു പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കയർ കോർപ്പറേഷന് കീഴിലെ കയർ ക്രാഫ്റ്റ് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. പെയിന്റിംഗ് മേഖലയിലെ ഓൺലൈൻ വിപണനത്തിന്റെ കടന്നുകയറ്റം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സോണി മാത്യു പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഓൺലൈനിലെ കടന്നുകയറ്റം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊല്ലത്ത് ചിന്നക്കടയിൽ 2 ബോർഡ് വന്നു. പേരെടുത്ത് പറയാം, നിപ്പോണിന്റെയും ഡ്യൂലെക്സിന്റെയും 2 ബോർഡ് 70% വിലക്കുറവിൽ ഓൺലൈൻ ആമസോണിൽ പെയിന്റ് ലഭിക്കുന്നു. ഈ ഒരു ബോർഡ് കണ്ട ഒരു കസ്റ്റമർ നമ്മുടെ കടയിൽ നിന്ന് എന്താ ചോദിക്കും, നമ്മൾ 70% ലാഭം എടുക്കുന്നതാണ്. അവർ പറഞ്ഞ് ഓൺലൈനിൽ 70% ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു 20% കുറച്ചൊന്നും ചോദിക്കും. സത്യം ഇത് ഫേക്കാണ്. നമ്മൾ ആമസോണിൽ കയറി നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. ഏതോ 1-2 പ്രോഡക്റ്റ്, അതിനാണ് 70%. അത് വിൽക്കുന്ന സാധനമല്ല. ഒരു വശത്ത് നിർമ്മാണ മേഖലയിലെ മാന്ദ്യം വ്യാപാരികളെ അലട്ടുമ്പോൾ മറുവശത്ത് വ്യാപാരികൾ വാടക ഇനത്തിൽ 18% GST നൽകണമെന്ന വകുപ്പിന്റെ ഉത്തരവ് വ്യാപാര മേഖലയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ കയർക്രാഫ്റ്റ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എൻ മായിൻ സിയാദ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കോർഡിനേറ്റർ KA നജാഹ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സ്മിത്ത് പാലപ്പുറം, അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജബു കോശി, കോട്ടയം ജില്ലാ പ്രസിഡന്റ് എബി പൊന്നാട്ട്, ജില്ലാ രക്ഷാധികാരി A അമൽ, സംസ്ഥാന കമ്മിറ്റി അംഗം B മുഹമ്മദ് നജീബ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി B നൈസാം ചടങ്ങിന് സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ AG സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് നടത്തിയ സംഘടനാ പ്രതിനിധികളുടെ ചർച്ച സ്റ്റേറ്റ് കോർഡിനേറ്റർ P പ്രദീപ് നയിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന് തുടക്കമായി. പൂന്തോപ്പ് അസീസി വിദ്യാലയത്തിലാണ് വെർജ് ടാബ് ഉപയോഗിച്ച് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാവുന്ന ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഭിന്നശേഷി കുട്ടികൾക്ക് ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ പ്രവർത്തിക്കുന്ന അസീസി വിദ്യാലയത്തിലാണ് വെർജ് ടാബ് ഉപയോഗിച്ച് ഭിന്നശേഷി കുട്ടികളെ വിവരസാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിൽ ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ലോക്കൽ മാനേജർ ഫാദർ ജോസഫ് പാറാശ്ശേരിയിൽ ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഡയറക്ടർ ഫാദർ തോമസ് കുളത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒത്തിരിയും ഗുണങ്ങളുണ്ട്, ഒത്തിരിയും ടാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയുന്നവർ സ്പെഷ്യലാണ്. അത് ദൈവം പ്രത്യേകമായിട്ട് അവർക്ക്
ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ നേരത്തെ മിഷനിലായിരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും. പല കാര്യങ്ങളിലും എക്സെപ്ഷണലായിട്ട് നമ്മളെക്കാൾ കൂടുതൽ എക്സെപ്ഷണലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതും. എക്സെപ്ഷണൽ ലേണിംഗ് സിഇഒ ഡോക്ടർ ജിനോ ആരുഷി മുഖ്യപ്രഭാഷണം നടത്തി. ജിൻസൺ, എലിസബത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെയ്സ് CMC ചടങ്ങിന് സ്വാഗതവും PTA പ്രസിഡന്റ് മുഹമ്മദ് സാലി നന്ദിയും പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഭിന്നശേഷിക്കാരായ 10 കുട്ടികൾക്കാണ് വെർജ് ടാബ് ഉപയോഗിച്ചുള്ള പരിശീലനം നടത്തുന്നതെന്നും പരിശീലനം പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റു കുട്ടികൾക്കും പരിശീലനം നടത്തുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വാടക കെട്ടിടത്തിന് കെട്ടിട ഉടമ GST അടച്ചില്ല എങ്കിൽ ആ നികുതി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന ഉടമ അടക്കണമെന്ന നിബന്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 12-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാടക കെട്ടിടത്തിന് കെട്ടിട ഉടമ GST അടച്ചില്ലെങ്കിൽ ആ നികുതി രജിസ്റ്റേർഡ് വ്യാപാരി അടക്കണമെന്ന നിബന്ധനയ്ക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നാളെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ YMCയിലുള്ള സെൻട്രൽ GST ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തപ്പെടുകയാണ്. കൃത്യമായി വാടക പോലും അടച്ചു പോകുവാൻ സാധിക്കാത്ത ഈ പ്രസ്ഥാനത്തെ കൊടുക്കുന്ന വാടകയ്ക്ക് 18% GST കൂടെ അടയ്ക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ് പ്രധാനമായും നാളെ സംസ്ഥാന വ്യാപകമായി സമരം നടത്തപ്പെടുന്നത്. രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപന ഉടമകളെല്ലാവരും തന്നെ കൊടുക്കുന്ന വാടകയുടെ 18% GST ആയി അടയ്ക്കണം എന്നുള്ള ആ നിയമം, കിരാതമായ നയം ഒഴിവാക്കണം. കേരളത്തിലെ ഭൂരിപക്ഷം ഹോട്ടലുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിലക്കയറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം നട്ടം തിരിയുന്ന ഹോട്ടൽ ബേക്കറി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് പുതുതായി ഏർപ്പെടുത്തിയിട്ടുള്ള കെട്ടിട വാടക നികുതിയെന്നും അശാസ്ത്രീയമായ നികുതികൾ മൂലവും വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മൂലം കഴിഞ്ഞ 3 മാസത്തിനിടെ 3000-ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടിയതായും ഭാരവാഹികൾ പറഞ്ഞു. ഹോട്ടലുകൾക്കുള്ള GST 1% കുറയ്ക്കുകയും MSM ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്നത് പോലെ ആനുകൂല്യങ്ങൾ ഹോട്ടൽ മേഖലയ്ക്കും നൽകണമെന്നാവശ്യപ്പെട്ടും പുതുതായി ഏർപ്പെടുത്തിയ വാടകയ്ക്കുള്ള GST പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 13-നാണ് സെൻട്രൽ GST ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്നത്. നാസർ ബി താജ്, സൂര്യ സുവി, മുബാറക് ചില്ലിസ്, അഫ്സൽ ക്ലാസിക്, മുഹമ്മദ് കോയ, മനാഫ് എസ്കുബാബ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും വലിയ പങ്കാണ് പ്രിന്റിംഗ് പ്രസ്സുകൾക്കുള്ളതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. പ്രസ് ഇൻഡസ്ട്രീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ YMCA ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നവംബർ 11 ദേശീയ മന്ദരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. പെയിന്റിംഗ് മേഖലയിലെ ഓൺലൈൻ വിപണനത്തിന്റെ കടന്നുകയറ്റം തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സോണി മാത്യു പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കയർ കോർപ്പറേഷന്റെ കീഴിലുള്ള കയർ ക്രാഫ്റ്റ് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന് തുടക്കമായി. പൂന്തോപ്പ് അസിസി വിദ്യാലയത്തിലാണ് വെർജ് ടാബ് ഉപയോഗിച്ച് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാവുന്ന ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ് റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വാടക കെട്ടിടത്തിന് കെട്ടിട ഉടമ GST അടച്ചില്ലെങ്കിൽ ആ നികുതി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന ഉടമ അടക്കണമെന്ന നിബന്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 12-ന് കേന്ദ്ര GST ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തുന്നത്.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.